എറണാകുളം ജില്ലയിലെ തൃപ്പൂണിത്തറ ശ്രീ പൂർണ്ണത്രയീശ ക്ഷേത്രം അവിടെ ഉത്സവത്തോടനുബന്ധിച്ച് ആന എഴുന്നള്ളിപ്പ് നടക്കാറുണ്ട്. 15 ആനകൾ എഴുന്നള്ളിക്കുന്നത്, അതാണ് അവിടുത്തെ ഒരു പാരമ്പര്യവും ചരിത്രം. എന്നാൽ ഇപ്പോൾ ഹൈക്കോടതിയുടെ ഇടപെടലുണ്ടായിട്ട് ഈ സ്ഥലപരിമിതി, ആളുകളുടെ സുരക്ഷയൊക്കെ കണക്കിലെടുത്ത് അത്രയും ആനകൾ വേണ്ട, അതൊരു വലിയ വിവാദമായി മാറി. എങ്ങനെ നോക്കിക്കാണും അതിന്? അത് 2012 നാട്ടാന പരിപാലന ചട്ടം, നിയമവും അതിൻ്റെ ചട്ടവും അത് സർക്കാരുണ്ടാക്കി. ആ സമയത്ത് ആരും അതിനെ ചലഞ്ച് ചെയ്തില്ല. അതിലിങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വരും എന്ന് മുൻകൂട്ടി കണ്ട് ചലഞ്ച് ചെയ്യേണ്ടത്, അത് ചെയ്തില്ല. ചെയ്യാതിരിക്കാനൊരു കാരണമുണ്ട്. ആനകൾ തമ്മിൽ എത്ര അകലം വേണം എന്ന് ആ ചട്ടത്തിൽ പറഞ്ഞിരുന്നില്ല. ആനയും ചെണ്ടക്കാരും തമ്മിൽ എത്ര അകലം വേണമെന്നും പറഞ്ഞിരുന്നില്ല. ഇതൊക്കെ ഒരു സേഫ് ഡിസ്റ്റൻസിൽ വേണം എന്ന് മാത്രമേ പറഞ്ഞിരുന്നുള്ളൂ. ഇത് കഴിഞ്ഞിട്ടും പിന്നെയും ആനകളെ ഉപദ്രവിക്കുന്നത് തുടരുന്നു എന്നാണ് ഹൈക്കോടതിയുടെ കണ്ടെത്തൽ. ഹൈക്കോടതി സ്വമേധയാ എടുത്ത കേസാണ്, ആരും കൊണ്ടുപോയി കൊടുത്തതല്ല. അപ്പോൾ ഹൈക്കോടതി ഒരുപാട് പേർക്ക് നോട്ടീസൊക്കെ അയച്ചു, അവരുടെ അഭിപ്രായങ്ങളൊക്കെ അറിയാനൊക്കെ ആയിട്ട്. ഹൈക്കോടതി കണ്ടെത്തി ഏകദേശം 160 ആനകൾ കഴിഞ്ഞ ഒരു 5-6 വർഷത്തെ ഇതിനിടയ്ക്ക്, ഉത്സവത്തിന് ഇടയ്ക്ക് 160ഓളം ആനകൾ കേരളത്തിൽ മരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പാപ്പാന്മാർ, പിന്നെ മറ്റ് ഉത്സവം കാണാൻ കൂടിയ ആൾക്കാർ, ഇവർക്കൊക്കെ പരിക്ക് പറ്റിയിട്ടുണ്ട്, ചിലർ മരിച്ചു പോയിട്ടൊക്കെയുണ്ട്. ഇതിൻ്റെ കാരണമായിട്ട് കോടതി കണ്ടെത്തിയത് ആനകളുടെ ദുരുപയോഗമാണ്. ആനകളെ വല്ലാതെ സ്ട്രെസ് ചെയ്യുന്നു. അപ്പോൾ അതിന് ഭ്രാന്തിളകിയിട്ട് അത് ഓടുന്നു. ആ ഓട്ടത്തിനിടയിൽ ആരെയും കൊല്ലാനൊന്നും അല്ല ആന ഓടുന്നു. ആന അതിൻ്റെ പ്രയാസം കൊണ്ട് ഓടുന്നതാണ്. പക്ഷേ ഒരു ചവിട്ട് കിട്ടുമ്പോൾ നമ്മൾ ചത്തുപോകും. പിന്നെ പാപ്പാനുള്ള വൈരാഗ്യം കൊണ്ട് പാപ്പാനെ കാലിന് പിടിച്ച് നിലത്തടിക്കുക, ഇതൊക്കെ ആന ചെയ്യാറുണ്ട്. അസാമാന്യമായ പകയോടെ പെരുമാറാറുമുണ്ട്. ഈ സംഭവം വന്നു കഴിഞ്ഞപ്പോഴാണ് കോടതി ആ സയൻറ്റിഫിക്കായ സ്റ്റഡിയുടെ ബേസിസിൽ 2 ആനകൾ തമ്മിൽ 3 മീറ്ററെങ്കിലും ഗ്യാപ്പ് വേണം എഴുന്നള്ളിക്കുന്ന സമയത്ത്. ആനയും ചെണ്ടക്കാരും തമ്മിൽ 10 മീറ്ററിൻ്റെ ഗ്യാപ്പ്, ഏകദേശം 30 അടി ഗ്യാപ്പ് വേണം. ഇപ്പോൾ പല അമ്പലത്തിലും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആനകൾ തൊട്ടാണ് നിർത്തുന്നത്. കാരണം അമ്പലം മുറ്റത്തിന് ഈ പറഞ്ഞ മാതിരി വീതിയൊന്നുമില്ല. 15 ആനകളെ 3 മീറ്റർ അകലത്തിൽ നിർത്താനുള്ള സ്ഥലം തൃപ്പൂണിത്തുറ ക്ഷേത്രത്തിൻ്റെ മതിൽക്കെട്ടിനുള്ളിൽ ഇല്ല. അപ്പോൾ എന്തായി, ആനകളുടെ എണ്ണം കുറയ്ക്കേണ്ടി വരും. അപ്പോൾ കോടതി ആചാരത്തിൽ ഇടപെട്ടു എന്നൊക്കെ പറയും. അതൊരു ആചാരമല്ല എന്ന് കോടതി പറയുന്നത്, ഈ ആചാരം ഇങ്ങനെ ഇവോൾവ് ചെയ്ത് വന്നതാണ്. നമ്മളുടെ ഈ ഹിന്ദു ഉത്സവങ്ങൾക്കൊക്കെ ഉണ്ടല്ലോ, ഒരു റിച്വൽ പാർട്ടുണ്ട്. അതിൻ്റെ ചടങ്ങ് മാറ്റി വയ്ക്കാനോ ക്യാൻസൽ ചെയ്യാനോ പറ്റാത്ത ചടങ്ങ്, അത് റിച്വൽ. ഇത് കൂടാതെ ഒരു കാർണിവൽ പാർട്ടുണ്ട്, അതിൻ്റെ ആഘോഷത്തിൻ്റെ പാർട്ട്. അത് നമുക്ക് വലുതാക്കുകയും ചെറുതാക്കുകയൊക്കെ ചെയ്യാം. എനിക്കറിയാം, ഒരാനയും ഒരു 8-10 ചെണ്ടക്കാരും ഒക്കെ ആയിട്ട് നടന്നുകൊണ്ടിരുന്ന ശിവേലി ഇപ്പം നടക്കുന്ന അമ്പലത്തിൻ്റെ പേര് ഞാൻ പറയില്ല. ഇപ്പോൾ 3 ആനയും പെരുവനം കുട്ടന്മാരും 64 വാദ്യകലാകാരന്മാരും, അവരാണ് മേളക്കാർ. ആന 3 പോയത് 3-ൽ കൂടുതൽ ആനയ്ക്ക് തൊട്ട് പോലും നിൽക്കാനുള്ള സ്ഥലം ആ അമ്പലപ്പറമ്പിലില്ല, മതിൽക്കെട്ടിനുള്ളിലില്ല. അതിൽ കൂടുതൽ ആനയെ ചെലുത്താൻ പറ്റില്ല. ഒരു വർഷം ചെറിയൊരു ആനയെ കൂടെ സൈഡിലങ്ങ് നിർത്തി. ഈ ചെറിയ ആനയ്ക്ക് കുസൃതിക്കാരനാണ്, ശ്രദ്ധിച്ചിട്ടുണ്ട്. അതെപ്പോഴും ഇങ്ങനെ തലയ്ക്ക് ഇങ്ങനെ ആട്ടിക്കൊണ്ടിരിക്കും, നെറ്റിപ്പട്ടമൊക്കെ ഇങ്ങനെ ഇളക്കാൻ നോക്കും. അതിൻ്റെ പുറത്ത് ആൾ കയറി കഴിഞ്ഞാൽ അവനെ ഉരുട്ടി എങ്ങനെയെങ്കിലും താഴെ ഇടണമെന്ന് ചോദിക്കും. ഇങ്ങനെയൊക്കെ കുസൃതിയായിട്ട് നിൽക്കും. ഒരു വർഷം അതൊന്ന് ട്രൈ ചെയ്തു, അപ്പോൾ അത് മതിയാക്കി. പിന്നെ കാരണം ചെറിയ ആന, വലിയ ആന ചുമ്മാ ഇങ്ങനെ നിൽക്കുകയുള്ളൂ ചെവി ആട്ടിയിട്ട്. ഈ ചെറിയവൻ അങ്ങനെയല്ല, അവൻ കുസൃതിക്കാരനാണ്, അത് മാനേജ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് പിന്നെ അത് വേണ്ടാന്ന് വെച്ചു. 3 ആന. ഈ 3 ആന ഹൈക്കോടതി പറഞ്ഞ കണക്കനുസരിച്ചാണെങ്കിൽ ആ ക്ഷേത്രത്തിനുള്ളിൽ ഒരാനയ്ക്കുള്ള സ്ഥലമേ ഉള്ളൂ. രണ്ടാമത്തെ ആനയെ നിർത്തിക്കഴിഞ്ഞാൽ ഈ ആനയും ആ ആനയും തമ്മിൽ 3 മീറ്റർ അകലം കൊടുക്കാൻ പറ്റും. പക്ഷേ ഇവർ തമ്മിൽ, പിന്നെ അവിടെ ബിൽഡിങ്ങാണ്, ഈ ബിൽഡിങ്ങും ആനയും തമ്മിൽ 3 മീറ്റർ കുറയും. നടപ്പന്തലൊക്കെ ഉണ്ട്.
നടപ്പന്തലും ആനയുടെ പുറവുമായിട്ട് ഒരു 3 അടി 1 മീറ്റർ വ്യത്യാസമൊക്കെ ഉണ്ടാവുള്ളൂ. ഇങ്ങനെ പ്രായോഗികമായ പല പ്രശ്നങ്ങളും ഉണ്ടാകും. അതേസമയം ആനകളെ അല്പം ക്രൂരമായിട്ടാണ് മനുഷ്യൻ കൈകാര്യം ചെയ്യുന്നത്. ഇത് ഞാൻ പറഞ്ഞതല്ല കേട്ടോ. മാതംഗശാസ്ത്രം അത് അരച്ച് കലക്കി കുടിച്ച പണ്ഡിതനായിരുന്നു പൂമുള്ളി 6-ാം തമ്പുരാൻ. അദ്ദേഹം ഇപ്പോൾ ഇല്ല, മരിച്ചുപോയി. ആ 6-ാം തമ്പുരാൻ്റെ ഓർമ്മയ്ക്കാണ് മോഹൻലാലിൻ്റെ 6-ാം തമ്പുരാൻ വന്നത്. 6-ാം തമ്പുരാൻ ഇൻഫാക്റ്റ് ഒറിജിനൽ 6-ാം തമ്പുരാൻ പൂമുള്ളി മനയിലെ നമ്പൂതിരി 6-ാം തമ്പുരാനായിരുന്നു. അദ്ദേഹം കലാകൗമുദിക്കൊരു ഇൻ്റർവ്യൂ കൊടുത്തു. ആ ഇൻ്റർവ്യൂവിൽ കലാകൗമുദിക്കാർ പൊതുവെ ബോൾഡായിട്ട് ചോദ്യം ചോദിക്കുന്നവരാണ്. മറ്റുള്ളവരെ പോലെ പൊതിഞ്ഞ് പിടിച്ച് അങ്ങനെയുള്ള ഇതൊന്നും. അതാണ് MS മണി സാറിൻ്റെ ട്രെയിനിങ് ആണത്. ചോദിക്കാനുള്ളത് നേരെ അങ്ങ് ചോദിക്കുക, വരുന്നത് വരട്ടെ. ഇവർ ചോദിച്ചു, ആന മനുഷ്യനെ അനുസരിക്കുന്നത് എന്തുകൊണ്ടാണ് തിരുമേനി? അദ്ദേഹം പറഞ്ഞു, ഭയം കൊണ്ടാണ്, പേടിച്ചിട്ടാണ്, വേറെ ഒന്നുമില്ല. മനുഷ്യനെ പേടിച്ചിട്ട്? മനുഷ്യൻ തല്ലും, തൂട്ടിയിട്ട് വലിക്കും. മറ്റേ ആ കൊളുത്തുള്ള തൂട്ടിയൊക്കെ അതിട്ട് ആനയുടെ തൊലിയിലങ്ങോട്ട് കയറ്റി ചെവിയുടെ അവിടെ കയറ്റിയിട്ട് വലിക്കുകയാണ്. അസാമാന്യമായ പ്രാണവേദനയാണ് ആനയ്ക്ക്. അതുപോലെ ആനക്കാരൻ്റെ വടി, നമ്മളത് ചെറിയ വടിയാണെന്ന് വിചാരിക്കും, അതുകൊണ്ടുള്ള അടിക്ക് ഭയങ്കര വേദനയാണ് ആനയ്ക്ക്. അതുകൊണ്ടാണ് ആനക്കാരൻ ഷാപ്പിൽ പോകുമ്പോൾ ആനയുടെ കാലിൽ ഈ വടി അങ്ങ് വെച്ചിട്ട് ഇവൻ ഷാപ്പിൽ പോകും. പേടിയാണ്. തിരിച്ചു വരുമ്പോൾ ആന അതുപോലെ നിൽക്കും. കാലൊന്ന് ചൊറിയണമെങ്കിൽ തുമ്പിക്കൈ കൊണ്ട് ആ വടിയെടുത്ത് മാറ്റിയിട്ട് മറ്റേ കാലം കൊണ്ട് ഈ കാല് ചൊറിയും. എന്നിട്ട് ആ വടിയെടുത്ത് വീണ്ടും ഈ കാലിൽ വയ്ക്കും. ശ്രദ്ധിച്ചിട്ടുണ്ടോ ഇതൊക്കെ? ആനയുടെ പേടിയാണ്. പൂമുള്ളി തമ്പുരാൻ പറഞ്ഞു, പേടിച്ചിട്ടാണ്. നിങ്ങൾ കാട്ടാനയെ നോക്ക്, സ്വഭാവേന അത് ജന്മം കൊണ്ട് അതിന് പേടിയുള്ള 2 കാര്യമാണ് തീയും ശബ്ദവും. പടക്കം, ചെണ്ട, ഇതിൻ്റെയൊക്കെ ശബ്ദം. കാട്ടാനയെ ഓടിക്കുന്നത് എങ്ങനെ? ഇപ്പോഴും പന്തം കൊളുത്തി കാണിച്ചും പടക്കം പൊട്ടിച്ചും വലിയ ശബ്ദം കേൾപ്പിച്ചും, അപ്പം ഇത് പേടിച്ച് ഓടും. തമ്പുരാൻ പറഞ്ഞു, നിങ്ങൾ അമ്പലത്തിൽ ചെയ്യുന്നത് കൂച്ചു വിലങ്ങിട്ട് അനങ്ങാൻ പറ്റാതെ ഇവനെ നിർത്തിയിട്ട് ഇവൻ്റെ മുമ്പിൽ ചക്രത്തി വെട്ടിപ്പിടിച്ച് ചെണ്ട കൊട്ടും. അപ്പോൾ അവന് വയറ്റിലുണ്ടാകുന്ന വെപ്രാളാലോചിച്ച് നോക്കും. ഓടണം എന്ന് അവന് തോന്നും, പക്ഷേ ഓടാൻ നിർവാഹമില്ല. നടുവിലങ്ങ് കൂച്ചുവിലങ്ങൊക്കെ ഇട്ടിട്ട് നിർത്തിയിരിക്കുക. എന്തു ചെയ്യും? അങ്ങനെ നിസ്സഹായനായിട്ട് നിന്ന് മാനസികമായിട്ട് ഇവൻ കീഴടങ്ങും. ഫൈനലി ഇതൊരു വിധിയാണ്, ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റില്ല. അങ്ങനെ നിസ്സഹായനായിട്ടാണ് ആന നിൽക്കുന്നത്. അപ്പോൾ ചോദ്യം വന്നു, അങ്ങനെയല്ലല്ലോ, ചെണ്ടമേളം കേട്ട് അതിൻ്റെ താളത്തിനൊത്ത് ആന ചെവിയാട്ടുന്നില്ലേ? തമ്പുരാൻ പറഞ്ഞു, അത് യാദൃച്ഛികമായിട്ട് സംഭവിക്കുന്നതാണ്. ചെണ്ടമേളം ഇല്ലാതെ, പൊന്നാരക്കുട ഇല്ലാതെ, നെറ്റിപ്പട്ടം ഇല്ലാതെ, ഇതൊക്കെ അഴിച്ചു മാറ്റി നിങ്ങൾ ആനയെ കൊണ്ടുപോയി തളയ്ക്കുമല്ലോ ഒരു സ്ഥലത്ത്, അപ്പോഴും ആന ചെവിയാട്ടും. അതേത് മേളം കേട്ടിട്ടാണ്? ആനയ്ക്ക് ചെവിയാട്ടുക എന്ന് പറയുന്നത് അതിൻ്റെ ശരീരത്തിൻ്റെ ടെമ്പറേച്ചർ നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള സംവിധാനമാണ്. ശരീരത്തിലെ മൊത്തം ബ്ലഡ് വലിയ ചെവി പ്രകൃതി കൊടുത്തിരിക്കുന്ന ആനയ്ക്ക്. ഇതൊരു റേഡിയേറ്റർ പോലെ ഈ ബ്ലഡ് ഇതിനകത്ത് ചെവിക്കകത്ത് ചെവിയിലെ ഞരമ്പുകളിലൂടെ ഓടും. ഈ കാറ്റ് താടിക്കഴിയുമ്പോൾ ആ ബ്ലഡ് തണുക്കും. തണുത്ത ബ്ലഡ് തിരിച്ച് ശരീരത്തിൽ കയറും, ചൂടുള്ള ബ്ലഡ് ചെവിയിൽ പോകും. ഇതാണ് ആനയുടെ സർക്കുലേഷൻ, ബ്ലഡ് സർക്കുലേഷൻ. അപ്പോൾ ചെണ്ടമേളം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും എന്ത് സംഭവിച്ചാലും ആനയ്ക്ക് ചെവിയാട്ടിയേ പറ്റുള്ളൂ. താളമേളം കേട്ടിട്ടല്ല. പിന്നെ ആന അപകടം അത് ഇത് വന്ന് കഴിയുമ്പോൾ ഈ വലിയ ചെവി വെച്ചിട്ട് മൈന്യൂട്ടായ ശബ്ദം പോലും പിടിക്കാനായിട്ടും ഈ വലിയ ചെവി ഉപയോഗിക്കാം. നമുക്ക് നമ്മുടെ ചെവിക്കൊക്കെ ചെറുതാണെങ്കിലും ഒരു കവറിങ്ങനെ ഉണ്ടല്ലോ, ശബ്ദം പിടിക്കാനായിട്ടാണത്. അത് പോയി എന്ന് വിചാരിച്ചിട്ട് നമ്മുടെ കേൾവി ശക്തിയൊന്നും പോകുന്നില്ല, പക്ഷെ ചെറിയൊരു വ്യത്യാസം ഉണ്ടാവും. അതുകൊണ്ട് നമ്മളിത് കട്ട് ചെയ്ത് കളയുന്നില്ല. അല്ലെങ്കിൽ വെറുതെ ഒരു അഡീഷണൽ സാധനമല്ലേ ഇത്, എന്തിനാണ് ഇതിങ്ങനെ വെച്ചുകൊണ്ടിരിക്കുന്നത്? ഇത് കട്ട് ചെയ്താൽ കുറച്ചുകൂടെ എളുപ്പമായ സംഗതി. കുളിക്കുമ്പോഴൊക്കെ ഒരു അസൗകര്യമാണ് ഇത്, പ്രത്യേകിച്ച് കഴുകാനും ഒക്കെ നിൽക്കണം. ഇത് കളയാത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മുടെ കേൾവിയെ ബാധിക്കും എന്നുള്ളതുകൊണ്ടാണ്. അപ്പോൾ ഇതാണ് ആനയുടെ കാര്യം. പിന്നെ അദ്ദേഹം പറഞ്ഞു, എല്ലാ ജന്തുക്കൾക്കും മനുഷ്യനോട് ഇടങ്ങുന്ന ഒരു സ്വഭാവമുണ്ട്. അത് കൂടുതലുള്ള ജന്തുവാണ് ആന, കുറവുള്ള ജന്തുവാണ് കടുവ, സിംഹം ഒക്കെ. ചില കടുവയൊക്കെ മനുഷ്യനോട് ഇണങ്ങാറുണ്ട്. സർക്കസുകാരെ ഈ പറഞ്ഞ എല്ലാത്തിനെയും ഇണക്കാറുണ്ട്, അനുസരിപ്പിക്കാറുണ്ട്. ഒന്നും ഒറ്റയുമാണത്. അതും ദീർഘകാലം അവരെ തല്ലിയും ഭേദ്യം ചെയ്തും പിടിച്ചും ഒക്കെയാണ് സിംഹത്തെയൊക്കെ അവർ മെരുക്കിയെടുക്കുന്നത്.
അത് ആ സിംഹത്തെ മെരുക്കിയെടുത്ത ആൾ മാത്രമേ അയാളുടെ അടുത്ത് പോകാൻ പറ്റുള്ളൂ. നാട്ടുകാരൻ പോയി കഴിഞ്ഞാൽ അതിൻ്റെ ഭാവം മാറും. അപ്പോൾ അങ്ങനെ ചില എക്സെപ്ഷണൽ കേസസ് ചില ആനകളിലുണ്ട്. അപ്പോൾ ആന സ്നേഹിച്ചു, ഒരാൾ പാപ്പാൻ മരിച്ചു കഴിഞ്ഞപ്പോൾ ആന കരഞ്ഞു, 2 ദിവസം ഭക്ഷണം കഴിച്ചില്ല, തിരുമേനി പറഞ്ഞു ഇതൊക്കെ സംഭവിക്കും. കാരണം അതിനും ഒരു പ്രകൃതി കൊടുത്ത ഒരു ഹൃദയമുണ്ട്. അപ്പോൾ അതിലെവിടെയോ ഒക്കെ ചില സിഗ്നൽസ് അവൻ പിടിക്കുകയും മനുഷ്യനുമായിട്ട് അടുക്കുകയും ചങ്ങല ഇട്ടില്ലെങ്കിൽ പോലും ആരെയും ഉപദ്രവിക്കാതിരിക്കുകയും. അപ്പോൾ പൂമുള്ളി തമ്പുരാൻ്റെ 6-ാം തമ്പുരാൻ്റെ പറമ്പിൽ ഒരാന ഒരു വിലങ്ങും കയറും ഒന്നുമില്ലാതെ വെറുതെ നടക്കുന്നുണ്ട്. ഇതും കലാകൗമുദിക്കാർ കണ്ടു. അപ്പോൾ ചോദിച്ചു തിരുമേനി അവൻ ഇണങ്ങിയതുകൊണ്ട് ഞാൻ അവന് ചങ്ങലയും സംഗതിയൊന്നും വേണ്ടാന്ന് വെച്ചു. അവൻ ജീവിതകാലം മുഴുവൻ ഇങ്ങനെ ചുമ്മാ നടന്നോളൂ ഇവിടെ പറമ്പിൽ, പുറത്തേക്ക് പോവില്ല. അവൻ്റെ ഒരു പരിധിയുണ്ട്, അതിന് പുറത്തേക്ക് അവൻ പോവില്ല. ഭക്ഷണം കഴിക്കേണ്ട സമയമാകുമ്പോൾ അടക്കളപ്പുറത്ത് വരും. അവൻ വലിയ ചെമ്പിൽ ചോറ് വെച്ച് കൊടുക്കും. അത് ഉരുട്ടി കൊടുത്താലേ ആനയ്ക്ക് തിന്നാൻ പറ്റുള്ളൂ. ആനയ്ക്ക് ചോറ് നമ്മൾ കഴിക്കുന്ന പോലെ കഴിക്കാൻ പറ്റില്ല, തുമ്പിക്കൈ മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ ഉരുട്ടി വലിയ ഉരുളയാക്കിയിട്ട് വായിലേക്ക് വെച്ച് കൊടുക്കണം. ആനയെ പരിപാലിക്കുക എന്ന് പറഞ്ഞാൽ വലിയ തലവേദനയാണ്. അപ്പോൾ കേരളത്തിൽ ഇപ്പോൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ആനയെ കൊണ്ട് ഓവർ ടൈം ജോലി ചെയ്യിക്കുന്നു. ഒരമ്പലത്തിൽ നിന്ന് അടുത്ത അമ്പലത്തിലേക്ക് ലോറിയിൽ പൊരിവെയിലത്ത് പാഞ്ഞു കൊണ്ടുപോയി ലോറിയിലേക്ക് കയറ്റാനായിട്ട് അടിക്കുന്നു. ലോറിയിൽ നിന്ന് ഇറങ്ങാനായിട്ട് പുറകോട്ടിറങ്ങുക എന്നൊക്കെ പറഞ്ഞ് ആനയ്ക്ക് വലിയ പ്രയാസമാണ്. ഇറങ്ങാനും 2 അടി കൊടുക്കും. ഇങ്ങനെയൊക്കെ ചെയ്ത് ഇത് കഴിഞ്ഞിട്ട് തടി പിടിക്കാനും ഇതേ ആനയെ ഉപയോഗിക്കുന്നു. നേരത്തെ എന്ന് വെച്ചാൽ ഒരമ്പലത്തിന് ഒരാന, അല്ലെങ്കിൽ വലിയ അമ്പലമാണെങ്കിൽ 2 ആന. ഈ 2 ആനയെ ആ ഉത്സവത്തിന് എഴുന്നള്ളിക്കാൽ അത് വേറൊരു ജോലിയും ആനയ്ക്കില്ല, തടി പിടിക്കാൻ പോകണ്ട. ഇപ്പോൾ ഉള്ള ആനയ്ക്ക് തടി പിടിക്കാനും ആന വേണം. പിന്നെ എന്തെങ്കിലും ഇല്ലേ, നമ്മുടെ സിനിമയിൽ കണ്ട പോലെ റോളർ വലിച്ചുകൊണ്ട് പോകാനും ആന വേണം. ഉത്സവത്തിന് എഴുന്നള്ളിക്കാനും ആന വേണം. അത് 10ഉം 15ഉം ആന വേണം. നിന്ന് തിരിയാൻ സ്ഥലവും ഇല്ല. അതിൻ്റെ കൂടെ ചെണ്ട കൊട്ടും ചൂടും ഒക്കെ ആയിട്ട് ആന വിഷമിക്കുന്നു. അപ്പോൾ പിന്നെ കോടതി ഇടപെട്ടു. അത് 2012 ഇടപെട്ടതാണ്. അറ്റ് ദ ഇൻസ്റ്റൻസ് ഓഫ് സുപ്രീം കോർട്ട്. സുപ്രീം കോർട്ടിൻ്റെ ഇൻസ്ട്രക്ഷൻ അനുസരിച്ചാണ് സർക്കാർ നിയമം ഉണ്ടാക്കിയതും ചട്ടം ഉണ്ടാക്കിയും. ആ ചട്ടത്തിനകത്ത് വ്യക്തത വരുത്തുക എന്നുള്ള ജോലിയാണ് കോടതി ചെയ്തത്. ഇനി അതല്ല, ഇത് ആചാരമാണ്, എസെൻഷ്യൽ റിലീജിയസ് പ്രാക്ടീസാണ് എന്ന് കോടതിയെ ബോധ്യപ്പെടുത്താൻ പറ്റിയാൽ ഒരുപക്ഷെ കോടതി വിട്ടുവീഴ്ച ചെയ്യും. അതല്ലെങ്കിൽ അത് പ്രശ്നമാണ്. മനുഷ്യനും മൃഗവും തമ്മിലുള്ള ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടല്ലോ, ആ കോൺഫ്ലിക്റ്റിൽ ഒരു ഹാർമണി വരുത്തുക എന്നുള്ള ജോലിയാണ് കോടതി ചെയ്തിരിക്കുന്നത്. കോടതി അല്ലാതെ ആരുടെയെങ്കിലും ആചാരം ഇല്ലാതാക്കാനോ നശിപ്പിച്ചു കളയാനോ അങ്ങനെയൊന്നും കോടതിക്ക് എന്ത് കാര്യം? ബട്ട് അതേസമയം ആന എന്ന് പറയുന്നത് അതിനും ജീവിക്കാനൊരു അവകാശമുണ്ട്. എല്ലാ ജീവജാലങ്ങൾക്കും ഉള്ളതാണ് ഈ ഭൂമി. മനുഷ്യന് കുറച്ച് ബുദ്ധിശക്തി കൂടുതലാണ്, ടെക്നിക്കുകൾ കൂടുതൽ അറിയാൻ, മറ്റൊന്നിനെ അടിമയാക്കാനുള്ള സാമർഥ്യമുണ്ട് എന്ന് വിചാരിച്ചിട്ട് കണ്ടമാനം അങ്ങ് കയറി മേയരുത്. അതിനൊരു നിയന്ത്രണം വേണമെന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ തൃപ്പൂണിത്തുറ ദേവസ്വത്തിനാണെങ്കിലും അവിടുത്തെ ഭക്തന്മാർക്കാണെങ്കിലും ഇത് താല്പര്യമുള്ളവർക്കാണെങ്കിലും ഇതൊരു എസെൻഷ്യൽ റിലീജിയസ് പ്രാക്ടീസ്, ERP എന്ന് ചുരുക്കപ്പേര്, ERP ആണ് എന്ന് പ്രൂവ് ചെയ്യാൻ പറ്റിയാൽ കോടതി അതിൽ നിന്ന് പിന്മാറും. പിന്നെ ഇറ്റ്സ് യുവർ ബേബി, വരുന്ന പ്രശ്നങ്ങൾ നിങ്ങൾ നോക്കേണ്ടി വരും. ഇതാണ് ഇതിൻ്റെ യാഥാർത്ഥ്യം. ഇനിയിപ്പോൾ ഭക്തന്മാരും ആചാരവാദികളുണ്ടെങ്കിൽ അവരും ഒക്കെ ചേർന്ന് തീരുമാനിക്കട്ടെ. 100 വർഷം പഴക്കമുള്ള ഈ ആചാരമാണിതെന്ന് അവർ അവകാശപ്പെടുന്നു. അപ്പോൾ ഈ ക്ഷേത്രത്തിലെ ആഘോഷങ്ങളെ മൊത്തം ഇത് ബാധിക്കില്ലേ, അലങ്കോലപ്പെടില്ലേ എന്ന് പറയാൻ പാടില്ല കേട്ടോ. ഈ ആനയെ ഉത്സവത്തിന് എഴുന്നള്ളിക്കാൻ തുടങ്ങിയിട്ട് കാലം എത്രയായി? ഇതിനും മാത്രം ആനകളെ എഴുന്നള്ളിക്കാൻ തുടങ്ങിയ കാലം എത്രയായി? ഞാൻ കൊച്ചി TD ക്ഷേത്രത്തിൻ്റെ കാര്യം പറയാം. 1954-55 അന്നത്തെ ചെറുപ്പക്കാർ കാരണവന്മാരുമായിട്ട് ഇല്ലാത്ത യുദ്ധം മുഴുവൻ ചെയ്താണ് അവിടെ ആന എഴുന്നള്ളത്ത് തുടങ്ങുന്നത്. അത് തന്നെ കാരണവന്മാർ പറഞ്ഞു, അമ്പലത്തിൻ്റെ പുറത്തുള്ള റോഡിലൂടെ ഒരാനയെ എഴുന്നള്ളിക്കണം, അമ്പലത്തിനകത്ത് കയറ്റാൻ പറ്റില്ല. സമ്മതിച്ചില്ല. അന്ന് ചെറുപ്പക്കാർ ശരി ഒരെണ്ണമെങ്കിലും ഒരെണ്ണം, എല്ലാ അമ്പലങ്ങളും ഉണ്ട്, നമ്മുടെ അമ്പലത്തിൽ മാത്രമേ, അവിടെ ഈ പല്ലക്കിലാണ് എഴുന്നള്ളത്ത്, ആനയില്ല. അപ്പോൾ ഒരു കുറച്ചിൽ, എല്ലാ സ്ഥലത്തും ആനയും ചെണ്ടയും ബഹളം, നമ്മൾ മാത്രം നാഗസ്വരം, തകില്, പല്ലക്ക്, ഇതാണ് ഈ അമ്പലത്തിലെ. അതൊരു കുറച്ചിലായിട്ട് തോന്നി, നമുക്ക് അടിച്ചു പൊളിക്കണം. ഒരാനയെ കർണന്മാർ സംബന്ധിച്ച് പുറത്ത്, അതാണ് ഇപ്പോൾ അകത്ത് 3 ആനയായിട്ട് മാറി. ചെണ്ടക്കാർ പെരുവനം കുട്ടന്മാരാർ, അല്ലെങ്കിൽ മട്ടന്നൂർ ശങ്കരൻകുട്ടിമാരാർ, അവരും പിന്നെ 64 വാദ്യ കലാകാരന്മാർ, ഇതൊക്കെ ആയിട്ട് മാറി.
ഇത് ചോദിക്കുമ്പോൾ എല്ലാവരും പറയും ഇതൊക്കെ നൂറ്റാണ്ടുകളായിട്ട് നൂറ്റാണ്ടൊന്നും ആയിട്ടില്ല, ഈ എണ്ണം കൂടിയിട്ട് അങ്ങനെ നൂറ്റാണ്ടൊന്നും ആയിട്ടില്ല. ഇത് പ്രോഗ്രസീവ്ലി വർദ്ധിച്ചു വന്നു. എനിക്ക് ആ സെൻറ്റിമെൻറ്റ്സ്, ഞാൻ ആ ഗ്രൂപ്പിൽപ്പെട്ടവനാണ് ഞാൻ. ചെണ്ടമേളത്തിന് താളം പിടിച്ച് തുള്ളുന്നവനാണ് ഞാൻ, ആസ്വദിക്കുന്നവനാണ്. ബട്ട് ഇതിന് സഹസ്രാബ്ദത്തെ കാലത്തെ പഴക്കമുണ്ട്, ഇതൊക്കെ തുടരുത് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് അംഗീകരിക്കാനും പ്രയാസമാണ്. അങ്ങനെയല്ല, ഉത്സവങ്ങൾ പിന്നീട് വർദ്ധിച്ചു വന്നതാണ്. ഇൻഫാക്റ്റ് ഈ ബൗദ്ധന്മാരാണ് ഈ ഉത്സവം തുടങ്ങുന്നത്. ആദ്യം കാർണിവൽ പാർട്ട് തുടങ്ങുന്നത് ബൗദ്ധന്മാരാണ്. അത് എന്ന് പറഞ്ഞ് ഹിന്ദുമതത്തിലും കയറി പിടിച്ചു. അട്രാക്റ്റീവായിട്ടുള്ള കാര്യം എല്ലാവരും എടുക്കുമല്ലോ. അങ്ങനെ എടുത്തിട്ട് ഇപ്പോൾ ക്രിസ്ത്യൻ പള്ളികളിൽ ഇപ്പോൾ ആന എഴുന്നള്ളിക്കുന്നില്ലേ? ഉണ്ട്. ഒറിജിനലി 30 വർഷം മുമ്പ് ക്രിസ്ത്യൻ പള്ളിയിൽ ആന എഴുന്നള്ളുന്നുണ്ടായിരുന്നു. ഇപ്പം നെറ്റിപ്പട്ടമൊക്കെ കിട്ടിയ ആനയെ അവർ എഴുന്നള്ളിക്കുന്നു. അവർക്ക് ചെണ്ടമേളം പോലും ഉണ്ടായിരുന്നില്ല. എൻ്റെ ചെറുപ്പത്തിൽ പള്ളിയിൽ ബാൻഡ് മേളമാണ്, ചെണ്ടയല്ല. പിന്നെ ചെണ്ട കയറി വന്നു, തൊട്ട് പിന്നാലെ ആന കയറി വന്നു. മുസ്ലിങ്ങൾക്ക് ആനയേ ഇല്ല, പക്ഷേ ഇപ്പോൾ മുസ്ലിങ്ങൾ ആനയെ ഉപയോഗിക്കുന്നു. ആനയെ ഉപയോഗിക്കരുതെന്ന് പറഞ്ഞാൽ ഉജ്ജ്വലമായ പ്രസംഗങ്ങളായിരുന്നു അബ്ദുൽ നാസർ മദനിയുടെ. ആര് കേൾക്കാൻ? കാരണം ഈ കാർണിവൽ പാർട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടും, അതെടുക്കും. അതെടുത്തിട്ട് സിനിജിയാണ് തുടങ്ങിയതെങ്കിലും സിനിജിയെ വെല്ലുന്ന വർണ്ണ ശബളിമയോടെ ഞാനത് എടുക്കും. അപ്പോൾ അത് എൻ്റെ ആയിട്ട് മാറി. പിന്നെ ഞാനത് ആചാരമാണെന്ന് പറയും, ഇതിന് നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ടെന്ന് പറയും. അപ്പോൾ ഇങ്ങനെ, കാരണം എനിക്ക് എൻ്റെ കാർണിവൽ പാർട്ട് പ്രൊട്ടക്റ്റ് ചെയ്യണം. കാർണിവലുണ്ട്, അതിൻ്റെ കൂടെ കച്ചവടമുണ്ട്, കൊമേഴ്ഷ്യൽ ഇൻട്രസ്റ്റ് ഉണ്ട്. അപ്പോൾ റിച്വലിൻ്റെ കൂടെ കാർണിവലിൻ്റെ കൂടെ കൊമേഴ്ഷ്യൽ ആക്ടിവിറ്റിയായി, അതിൽ നിന്നുള്ള പ്രോഫിറ്റായി. അതനുസരിച്ചുള്ള ലോബികൾ പ്രവർത്തിക്കുന്നു. അമ്പലം ഉത്സവം സംബന്ധിച്ച് ഇതല്ലേ പാക്കേജ് അല്ലേ കൊടുക്കുന്നത്. 15 ആനയും അതിന് ചേർന്ന് ചെണ്ടക്കാരും ചേർന്ന് ഞാൻ സപ്ലൈ ചെയ്തോളാം എന്ന് പറഞ്ഞിട്ടൊരാൾ കോൺട്രാക്റ്റ് അങ്ങ് എടുക്കുകയാണ്. അയാൾ അറേഞ്ച് ചെയ്യും ആന സംഗതി. നിങ്ങളൊന്നും അറിയണ്ട, ആനയെ കൊണ്ടുവരലും ഫോറസ്റ്റിൽ നിന്ന് പെർമിഷൻ എടുക്കലും ജില്ലാ കളക്ടർക്ക് പെർമിഷൻ, ഇതെല്ലാം കൂടെ ചേർത്തിട്ട് ഒറ്റയാൾ കോൺട്രാക്റ്റ് എടുക്കുകയാണ്. പിന്നെ ഞാൻ കോൺടാക്റ്റ് ചെയ്തിട്ട് ചെയ്ത് ജില്ലാ കളക്ടറെ കണ്ട് എല്ലാം ഞാൻ ചെയ്യും. ദേവസ്വം ചുമ്മാ ഇരുന്നാൽ മതി, കോൺട്രാക്റ്റ് കൊടുത്തിട്ട്. ഇങ്ങനെയൊക്കെയാണ് ഇത് നടക്കുന്നത്. അങ്ങനെ നടത്താനും പറ്റുള്ളൂ. അല്ലാതെ ഓരോ ആനയായിട്ട് അമ്പലത്തിൽ നിന്ന് കോൺടാക്റ്റ് ചെയ്ത് അങ്ങനെ കൊണ്ടുവരാനൊന്നും പറ്റില്ല. പിന്നെ നിങ്ങൾക്ക് ചില പ്രത്യേക ആനകൾ ഉണ്ടല്ലോ, പ്രശസ്തനായ തെച്ചിക്കോട്ടുകാവ് രാമേന്ദ്രൻ, ഇതൊക്കെ പ്രസ്റ്റീജിയസ് ആണ്. അപ്പോൾ അത് സിംഗിൾ ആനയായിട്ട് നെഗോഷിയേറ്റ് ചെയ്യേണ്ടി വരും, വലിയ എമൗണ്ട്, അത് ഇതൊക്കെ. അങ്ങനെയാണിത് ഡെവലപ്പായത്. കാർണിവൽ പാർട്ട് ഡെവലപ്പായി ഇങ്ങനെ വന്നതാണ്. റിച്വൽ പാർട്ടിൽ ആരും ഇന്നുവരെ കടന്നു കയറിയിട്ടില്ല. തൃശ്ശൂർ പൂരത്തിൽ റിച്വൽസിൽ കയറി അങ്കിത് അശോക് എന്ന കമ്മീഷണർ കളിച്ചു. അങ്ങനെയാണ് തൃശ്ശൂർ പൂരം അലമ്പാവാൻ പ്രധാന കാരണം. റിച്വലിൽ കയറി അദ്ദേഹം പെരുമാറി. കണിമംഗലം ശാസ്താവിൻ്റെ എഴുന്നള്ളത്ത്, അതിനൊരു ഓർഡറുണ്ട് തൃശ്ശൂർ പൂരത്തിന്. ആ ഓർഡർ ഞാൻ സമ്മതിക്കില്ല, ഇയാളെ ഇവിടെ തടയാളെ അവിടെ കയറി കിട്ടും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം കൂടെ കൊളാപ്സായി. ബട്ട് ഇത് റെഗുലേറ്റ് ചെയ്യാൻ അങ്കിത് അശോക് ശ്രമിച്ചിരുന്നെങ്കിൽ ഈ പ്രശ്നം ഉണ്ടാവില്ല. റെഗുലേഷൻ ഒന്നാണ്, ബാൻ വേറൊന്നാണ്. നടക്കില്ല എന്ന് പറയുന്നത് കോടതിയും ഇപ്പോൾ എന്താ ചെയ്തിരിക്കുന്നത്? റെഗുലേഷനാണ്. കോടതി ആന എഴുന്നള്ളത്ത് പാടില്ല എന്നല്ല പറഞ്ഞിരിക്കുന്നത്, എഴുന്നള്ളിച്ചോളൂ, ഇത്ര ഡിസ്റ്റൻസൊക്കെ ഇട്ടിട്ട് ആനയ്ക്കും മനുഷ്യനും സെക്യൂരിറ്റിയും അസൗകര്യമൊന്നും ത്രെറ്റൊന്നും ഉണ്ടാവാതെ നടത്തിക്കോളൂ. ഇറ്റ്സ് ഓൺലി റെഗുലേഷൻ, നോട്ട് ഇൻഫാക്റ്റ് അതൊരു റെസ്ട്രിക്ഷനാണെന്ന് പോലും പറയാൻ പാടില്ല, റെഗുലേഷനാണ്. അതും ഇനി എസെൻഷ്യൽ റിലീജിയസ് പാർട്ടാണെന്ന് നിങ്ങൾക്ക് വാദമുണ്ടെങ്കിൽ അത് കോടതിയിൽ ബോധിപ്പിക്കാം, കോടതി ആ തീരുമാനം മാറ്റും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.